പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. വീട്ടിലെ മാലിന്യത്തിൽ പുഴുക്കളെ പോലെ 13 കുഞ്ഞുങ്ങൾ. മാതാപിതാക്കളുടെ നരനായാട്ടിൽ ഞെട്ടി പ്രവാസ ലോകം. ഓരോ ദിനവും തള്ളി നീക്കിയത് 13 കുഞ്ഞുങ്ങൾ. യുഎസിലെ കാലിഫോർണിയയിലെ പെരീസ് നഗരത്തിലെ പോലീസ് വകുപ്പിലേക്ക് സഹായം തേടിയുള്ള ഒരു വിളി എത്തിയിരുന്നു. ഒരു പെൺകുട്ടിയായിരുന്നു വിളിച്ചിരുന്നത്. തന്നെയും സഹോദരങ്ങളെയും രക്ഷിക്കൂ എന്ന ഏറ്റവും നിസ്സഹായമായ അപേക്ഷയാണ് അവൾ അവർക്ക് മുന്നിൽ അപേക്ഷിച്ചത്. കേട്ടയുടൻ അവൾ പറഞ്ഞ സ്ഥലത്തേക്ക് പോലീസുകാർ പാഞ്ഞെത്തി. ടീനേജിലെത്തിയ നന്നേ ആരോഗ്യം കുറഞ്ഞ ഒരു പെൺകുട്ടി അവരെ കാത്ത് പരിഭ്രാന്തയായി നിന്നിരുന്നു. കയ്യിൽ റീചാർജ് ചെയ്തിട്ടില്ലാത്ത ഒരു സെൽഫോൺ ഉണ്ടായിരുന്നു. അതിൽ അവൾ കുറച്ച് ചിത്രങ്ങൾ കാണിച്ചു. തൻ്റെയും സഹോദരങ്ങളുടെയും അവസ്ഥയ്ക്കുള്ള സാക്ഷ്യപത്രമായിരുന്നു അതിൽ അവൾ കരുതിയിരുന്നത്. പോലീസ് ഒട്ടും മടിച്ചില്ല. അവളെയും കൂട്ടി ആ വീട്ടിലേക്ക് ഇരച്ചു കയറി. കാത്തിരുന്നത് ഞെട്ടിക്കുന്ന കാഴ്ചകൾ. മുഷിഞ്ഞ വസ്ത്രങ്ങളുമായി എല്ലും തോലുമായ ശരീരത്തോടെ 12 കുഞ്ഞുങ്ങൾ ഒരാളെ കട്ടിലിനോട് ചേർത്ത് കെട്ടിയിരിക്കുകയാണ്. ഒറ്റ നോട്ടത്തിൽ എല്ലാവരും പ്രായപൂർത്തി എത്താത്തവരായി തോന്നുന്ന വിധത്തിലായിരുന്നു. പക്ഷേ പിന്നീട് തെളിഞ്ഞു, അവരിൽ 7 പേർ പ്രായപൂർത്തി എത്തിയവരാണ്. 2 മുതൽ 29 വരെ വയസ്സ് പ്രായമുള്ള 13 കുഞ്ഞുങ്ങൾ. വീടിനുള്ളിലെ മലമൂത്രമടക്കമുള്ള മാലിന്യ കൂമ്പാരത്തിനിടയിൽ പുഴുക്കളെ പോലെ ചുരുണ്ടുകൂടി കിടക്കുന്നുണ്ടായിരുന്നു. തങ്ങളുടെ ദുരവസ്ഥയെക്കുറിച്ച് അവർ തന്നെ എഴുതിക്കൂട്ടിയ കുറിപ്പുകൾ അവിടെ നിന്ന് കിട്ടിയിരുന്നു. അച്ഛൻ ഡേവിസ് ടർപ്പിനും അമ്മ ലൂയിസും ചേർന്ന് കുട്ടികളെ വീട്ടുതടങ്കലിൽ പാർപ്പിച്ചിരിക്കുകയാണ്. പുറം ലോകം കാണാൻ അവർക്ക് അനുവാദമില്ലായിരുന്നു. ദിവസത്തിൽ ഒരു നേരം മാത്രം ചെറിയ അളവിൽ ആഹാരം, കുളി, വർഷത്തിലൊരിക്കൽ മാത്രം. ഇതൊന്നും പോരാത്തതിന് കൊടിയ മർദ്ദനമാണ് കുട്ടികളിൽ ഏൽപ്പിക്കുന്നത്. പല കുട്ടികൾക്കും പുറലോകം എങ്ങനെയാണെന്ന് പോലും അറിയില്ല. പോലീസ്, മരുന്ന് എന്നൊക്കെ ആദ്യമായി കേൾക്കുകയാണ്. കൂട്ടത്തിൽ അല്പം വിവരമുള്ള സഹോദരങ്ങൾ ചേർന്നാണ് രക്ഷപ്പെടൽ ആസൂത്രണം ചെയ്തത്. എന്തായാലും കുട്ടികളെ രക്ഷിച്ചു. വൈദ്യസഹായം നൽകി. അച്ഛനും അമ്മയും അറസ്റ്റിലുമായി. ഇരുവർക്കും 25 വർഷത്തേക്ക് പരോൾ പോലും ഇല്ലാത്ത ജീവപര്യന്തമാണ് ശിക്ഷ വിധിച്ചത്. കുട്ടികളുടെ പരിസരത്തേക്ക് പോലും അടുക്കരുതെന്നും ഉത്തരവുണ്ട്. കോടതിയിൽ വിചാരണയ്ക്കിടെ ഡേവിസും ലൂയിസും പലവട്ടം പൊട്ടിക്കരഞ്ഞു. ലൂയിസിനെ കുറിച്ച് സഹോദരി മാധ്യമങ്ങളോട് ചിലത് വെളിപ്പെടുത്തി. കുട്ടിക്കാലത്ത് തന്നെയും ലൂയിസിനെയും ഒരു കസിനെയും തങ്ങളുടെ അമ്മയുടെ സമ്മതത്തോടെ മൂത്തച്ഛൻ ലൈംഗികമായി പീഡിപ്പിച്ചിരുന്നത്രേ. ലൂയിസിന് മാനസിക രോഗമുണ്ടെന്നും വാദമുയർന്നു. കടുത്ത മതവിശ്വാസികളായ അവർ ക്യുവർഫൂൾ എന്ന വിശ്വാസ കൂട്ടായ്മയുടെയും ഭാഗമായിരുന്നത്രേ. ദൈവം സമ്മാനിക്കുന്ന അത്ര കുഞ്ഞുങ്ങളെ പെറ്റുകൂട്ടുക എന്നതാണ് ഇതിന്റെ അടിസ്ഥാന വിശ്വാസ തത്വം. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.